അൽ വഹദത്തു സാലിസ, 7ാം ക്ലാസ് അറബിക്കിലെ 3ാമത്തെ യൂണിറ്റ്. അസ്സിഹത്ത് വൻ നളാഫത്തു, ആരോഗ്യവും വൃത്തിയും. ഇതാണ് യൂണിറ്റിൻ്റെ പേര്. ഇതിലെ 1ാമത്തെ പാഠം തവക്കഫു അർജൂക്കും എന്ന ഒരു മസ്രഹിയത്താണ്. മസ്രഹിയത്ത് എന്ന് കാണുന്നില്ലേ? എന്താണ് മസ്രഹിയ? നാടകം. നമ്മളിതുവരെ നാടകം പഠിച്ചിട്ടില്ല. ഇന്ന് നമുക്കൊരു നാടകം പഠിക്കാം. അതിനു മുമ്പ് ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു, അത് നോക്കി നിങ്ങൾ പറയുക. തവക്കഫു അർജൂക്കും. നമ്മുടെ പാഠത്തിലേക്ക് പോകാം. തവക്കഫു മീൻസ് നിൽക്കൂ. അർജൂക്കും പ്ലീസ്. പ്ലീസ് സ്റ്റോപ്പ്. പ്ലീസ് നിൽക്കൂ. ഇതാണ് നാടകത്തിൻ്റെ ടൈറ്റിൽ. ഇനി ഷഖ്സിയാത്തുൽ മസ്രഹിയത്തി, നാടകത്തിലെ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. സയ്യാദു സമക്ക്, മീൻപിടുത്തക്കാരൻ. അപ്പോൾ നാടകത്തിലുള്ള കഥാപാത്രങ്ങളുടെ പേരുകൾ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ടാകും. അതാണ് ഇവിടെ ഉള്ളത്. ഈ നാടകത്തിൽ വരുന്ന കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ. 1ാമത്തെ കഥാപാത്രം സയ്യാദു സമക്കാണ്, മീൻപിടുത്തക്കാരനാണ്. റജുലുൻ ഉംറുഹു ഹംസൂന ആമൻ, 50 വയസ്സുള്ള ഒരാളാണ് ഈ സയ്യാദു സമക്ക്. റജുലുൻ ഒരാൾ, ഉംറുഹു അദ്ദേഹത്തിൻ്റെ പ്രായം, ഹംസൂന ആമൻ 50 വയസ്സാണ്. സിയുഹു അദ്ദേഹത്തിൻ്റെ വേഷം, ഇസാറുൻ വ കമീസുൻ മുണ്ടും ഷർട്ടുമാണ്. ഇനി 2ാമത്തെ കഥാപാത്രം ആരാണ്? അഷജറത്ത് മരമാണ്. മരം സ്റ്റേജിൽ വന്ന് അഭിനയിക്കോ? ഇല്ല. അതുകൊണ്ട് വലതുൻ ഫി സൂറത്തി ഷജറത്തി, ഒരു കുട്ടി മരത്തിൻ്റെ വേഷത്തിൽ, മരത്തിൻ്റെ രൂപത്തിൽ വന്നതാണ്. അതായത് ഒരു കുട്ടിയുടെ മേൽ ഇലയും കമ്പുകളൊക്കെ പിടിപ്പിച്ച് ഒരു മരമാക്കും അല്ലേ? അങ്ങനെ മരത്തിൻ്റെ രൂപത്തിൽ കുട്ടി സ്റ്റേജിൻ്റെ മേലെ കയറി വരും. കാഴ്ചക്കാർ കാണുമ്പോൾ ഒരു മരമാണെന്നുള്ളത് മനസ്സിലാകും. അങ്ങനെയാണ് മരത്തിനെയും മറ്റും സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ 3 കുട്ടികളാണുള്ളത്. ആരൊക്കെയാണ്? ആദിൽ, അമൽ, ലീന. ഇവർ 3 പേരും തുല്ലാബും ഫിസാബി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇനി നാടകം നോക്കാം. അൽ മഷ്ഹദുൽ അവൽ, 1ാമത്തെ സീൻ. നാടകം പല സീനുകൾ ആയിട്ടാണ് ഉണ്ടാവുക. 2 സീൻ, 3 സീൻ, കുറേ സീനുകളിലെ നാടകങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ 1ാമത്തെ സീൻ ആണ് പറയുന്നത്. ആദ്യത്തെ സീന് കാണിക്കും. അത് കഴിഞ്ഞ് കർട്ടൻ താഴ്ത്തി 2ാമത്തെ സീനാകുമ്പോൾ കർട്ടൻ പൊങ്ങി 2ാമത്തെ സീന് കാണിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും കർട്ടൻ താഴ്ത്തും, 3ാമത്തെ സീനിന് വേണ്ടി വീണ്ടും കർട്ടൻ പൊങ്ങും. അങ്ങനെയാണ് നാടകത്തിൻ്റെ ഒരു ശൈലി. ഇവിടെ കർട്ടൻ പൊങ്ങി 1ാമത്തെ സീന് നമ്മൾ കാണുകയാണ്. ഇർത്തഫ്യു സിത്താറു, കർട്ടൻ ഉയരുന്നു. കർട്ടൻ ഉയരുമ്പോൾ ഓഡിയൻസ് എല്ലാവരും സ്റ്റേജിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർ സ്റ്റേജിൽ എന്താണ് കാണുന്നത്? അലൽ മസ്രഹി, സ്റ്റേജിൻ്റെ മേലെ, മൽ അബുൻ, ഒരു കളിസ്ഥലമുണ്ട്. അതായത് സ്റ്റേജിൻ്റെ മേലെ ഒരു കളിസ്ഥലം പോലെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. യഅ്തി സലാസത്തു ഔലാദിൻ ലില്ലഅബി, അങ്ങനെ ആ കളിസ്ഥലത്തേക്ക് 3 കുട്ടികൾ കളിക്കാൻ വേണ്ടി വരികയാണ്. യഅ്തി വരുന്നു, സലാസത്തു ഔലാദിൻ 3 കുട്ടികൾ, ലില്ലഅബി കളിക്കാൻ വേണ്ടി. അൽ മൽഅബു മലീഉം ബിൻ നുഫായാത്ത്, കളിസ്ഥലം മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അൽ മൽഅബു കളിസ്ഥലം, മലീഉൻ നിറഞ്ഞിരിക്കുന്നു, ബിൻ നുഫായാത്ത് മാലിന്യങ്ങളാൽ. കാണുന്നില്ലേ? മുഴുവൻ മാലിന്യങ്ങളാണ്. അങ്ങനെ ഇനി ഇവർ പറയുകയാണ്, പരസ്പരം സംസാരിക്കുകയാണ് ഈ 3 കുട്ടികളും. ആരൊക്കെയാണ് 3 കുട്ടികൾ? നേരത്തെ നമ്മൾ പറഞ്ഞ ആ 3 കുട്ടികളാണ് വന്നിരിക്കുന്നത്. ആദിലും അമലും ലീനയും. അവരെന്താണ് പറയുന്നത്? ആദ്യം ആദിൽ പറയുന്നു, യാ ഇലാഹി, മൈ ഗോഡ്, മാ അശ്ന ഹാദിഹിൽ കാദൂറ, എന്തൊരു ഭീകരമായ വൃത്തികേടാണിത്, എന്തൊരു മാലിന്യങ്ങളാണിവിടെ ഒരുമിച്ച് കൂടി നിൽക്കുന്നത്. കൂസു ഷായ്, ചായക്കപ്പുകൾ, വ സുഹൂനുൻ വറക്കിയ, പേപ്പർ പ്ലേറ്റുകൾ, വ ബക്കായ ത്വാമി, ഭക്ഷണാവശിഷ്ടങ്ങൾ, വനുഫായാത്തുൻ ഹുന വഹുനാക്ക്, ഇവിടെയും അവിടെയും ഒക്കെ മാലിന്യങ്ങൾ. ഇതെന്തൊരു മാലിന്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അമൽ, അപ്പോൾ അമൽ പറയുന്നു, കാന മൽ അബുന നദീഫൻ, അതെ നമ്മുടെ ഗ്രൗണ്ട് വളരെ വൃത്തിയുള്ളതായിരുന്നു. കാന മൽ അബുന, നമ്മുടെ ഗ്രൗണ്ട് ആയിരുന്നു, നദീഫൻ വൃത്തിയുള്ളതായിരുന്നു എന്ന് അമൽ പറയുന്നു. അപ്പോൾ ലീന പറയുന്നു, തൊബൻ തീർച്ചയായും, മൻ അൽക്ക ഹാദിഹിൽ കാദൂറാത്തി ഹുന, ആരാണ് ഈ മാലിന്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്നത്? മൻ അൽക്ക, ആരാണ് ഇട്ടത്? ഹാദിഹിൽ കാദൂറാത്ത്, ഈ മാലിന്യങ്ങളൊക്കെ, ഹുന ഇവിടെ. ഹാദിൽ വാ സഫ, എന്തൊരു കഷ്ടം. മാ ഹാദിൽ ഗഫ്ല, ഇതെന്തൊരു അശ്രദ്ധയാണ്. ആളുകൾ കളിക്കുന്ന സ്ഥലത്താണോ മാലിന്യങ്ങൾ കൊണ്ടിടുക? അമൽ, കൈഫനൽ അബു ബൈന ഹാദിഹിൻ ഫയാത്ത്, ഈ മാലിന്യങ്ങൾക്കിടയിൽ നമ്മൾ എങ്ങനെ കളിക്കും? കൈഫനൽ അബു, നമ്മൾ എങ്ങനെ കളിക്കും? ബൈന ഹാദിഹിൻ ഫയാത്ത്, ഈ മാലിന്യങ്ങൾക്കിടയിൽ.
ലീന പറയുന്നു, താലോ വരൂ, യാസ്തുക്കായി കൂട്ടുകാരെ വരൂ, നമ്മളിങ്ങനെ പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല. സനതആവനു ജമിയാൻ, നമുക്ക് എല്ലാവർക്കും പരസ്പരം സഹകരിക്കാം. ഫി തൻദീഫിൽ മൽഅബി, ഗ്രൗണ്ട് വൃത്തിയാക്കുന്നതിൽ. അതായത് നമുക്ക് ഈ ഗ്രൗണ്ട് ഒരുമിച്ച് വൃത്തിയാക്കാം, നമുക്കെല്ലാവർക്കും കൂടെ വൃത്തിയാക്കാം എന്ന് ലീന പറഞ്ഞു. അങ്ങനെ യഹ്റുജൂന അനിൽ മസ്രഹി, അവർ സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. മസ്രഹ എന്നാൽ സ്റ്റേജ്. യഹ്റുജൂന, അവർ പുറത്തേക്ക് പോകുന്നു. അനിൽ മസ്രഹ്, സ്റ്റേജിൽ നിന്നും. വയദ്ഖുലൂന ബി അക്കിയാസിൻ, എന്നിട്ട് കീസുകളുമായിട്ട് വരുന്നു. കീസുൻ ജമ അക്കിയാസ്, ബാഗുകൾ, സഞ്ചികൾ, വലിയ സഞ്ചികളുമായിട്ട് വരുന്നു. വയജ്മഊന നുഫായാത്തി, അവർ ആ മാലിന്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുന്നു. അങ്ങനെ ആ മാലിന്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി അവർ സഞ്ചിയിലാക്കി. എന്നിട്ടോ അമൽ ചോദിക്കുന്നു, മുഷീറൻ ഇലൽ അക്കിയാസ്, ആ കീസുകളെ ചൂണ്ടിക്കൊണ്ട്. മുഷീറൻ മീൻസ് ചൂണ്ടിക്കൊണ്ട്. ആ ബാഗിൽ നിറച്ച് വെച്ചിരിക്കുകയാണ് മാലിന്യങ്ങൾ. ഇപ്പോൾ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ആ മാലിന്യ ബാഗുകളെ ചൂണ്ടിക്കൊണ്ട് അമൽ ചോദിക്കുന്നു, കത് ജമാഅന നഫയാത്ത്, നമ്മൾ ഈ മാലിന്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി. വൽ ആൻ മാദാ നഫ്അൽ ബിഹ, ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും? വലിയ സഞ്ചിയിലാണുള്ളത് അല്ലേ, എന്താണ് ഇതുകൊണ്ട് ചെയ്യുക? അപ്പോൾ ലീന പറയുന്നു, ലദയ്യ ഫിക്ര, ഐ ഹാവ് എൻ ഐഡിയ, എനിക്കൊരു ഐഡിയ ഉണ്ട്. നുഹർജക്കുഹ, നമുക്കിതിനെ കത്തിക്കാം. ഹൽ തുവാഫിക്കൂൻ, നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതിൽ നഅം, അതെ, മുവാഫിക്കൂൻ, വി അഗ്രി, ഞങ്ങൾ യോജിക്കുന്നു. ഹയ്യ നുഹർജക്, വരും നമുക്ക് കത്തിക്കാം. അങ്ങനെ മറ്റുള്ളവർക്കും ഇത് നല്ല ഐഡിയ ആയിട്ട് തോന്നി, കത്തിക്കൽ. ഹൽ തുവാഫിക്കൂൻ അലാ ഹർക്കി നുഫായത്ത് കത്തിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെയാണുള്ളത്. അത് കത്തിച്ചാൽ വിഷപ്പുകയാണ് പുറത്തേക്ക് വരിക. അത് ശ്വസിച്ചാൽ നമുക്കൊക്കെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് അതിനോട് നമ്മൾ യോജിക്കുന്നില്ല. ഇനി ഇവർ അത് കത്തിച്ചാൽ നോക്കാം, കത്തിക്കുമോ എന്ന് നോക്കാം. അതിൻ്റെ മുമ്പ് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രം ഒരു പുഴയുടെ തീരമാണല്ലേ, ആ പുഴയുടെ തീരത്ത് മുഴുവൻ മാലിന്യങ്ങളാണ്. രണ്ടാമത്തെ ചിത്രം ഒരു പാർക്കാണ്, അവിടെയും അതേപോലെ തന്നെ. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, അൽ മുത്തനസ്സഹു മലീഉം ബിൻ നുഫായാത്ത്. മുത്തനസ്സഹ് മീൻസ് പാർക്ക് മലീഉം ബിൻ നുഫായാത്ത്, മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അതേ വാചകം നമുക്കിവിടെ എഴുതാം. ഇതിനെന്താ പറയുക? പുഴയുടെ തീരം ലഫത്തുൻ നഹരി അല്ലേ? ലഫത്തുൻ നഹരി മലീഉം ബിൻ നുഫായാത്ത്, പുഴയുടെ തീരം മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ ചിത്രം ഒരു റോഡാണ്, അതും അതേപോലെ തന്നെ. അവിടെ എന്തെഴുതും? അശാരിയോ, റോഡിന് എന്ത് പറയും? ശാരിയ. അശാരിയോ മലീഉം ബിൻ നുഫായാത്ത്, റോഡ് മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അവർ കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. കത്തിക്കാൻ ഒരുങ്ങുമ്പോൾ തവക്കഫു, നിൽക്കൂ, അർജുക്കും പ്ലീസ്, തവക്കഫു, നിൽക്കൂ. അല്ല ഔലാദ് യസ്മാവുന സൗത്തൻ, കുട്ടികളൊരു ശബ്ദം കേൾക്കുകയാണ്. ആരോ തവക്കഫു എന്ന് പറയുകയാണ്. അതിൽ മാ ഹാദ സൗത്ത്, എന്താണ് സൗത്ത്, എന്താണ് ശബ്ദം? മൻ യസ്റുഹു ഹാക്കഥ, ആരാണ് ഇപ്രകാരം അട്ടഹസിക്കുന്നത് എന്ന് അതിൽ ചോദിക്കുമ്പോഴേക്കും തദ്ഖുലു ഷജറത്തു ഇലൽ മസ്റഹി, ഷജറത്ത് സ്റ്റേജിലേക്ക് കയറി വരുന്നു. അതായത് ഷജറത്തിൻ്റെ രൂപം അണിഞ്ഞ ആ കുട്ടി സ്റ്റേജിലേക്ക് വരുന്നു. അൽ ജമീഅ, എല്ലാവരും ഒരുമിച്ച് ചോദിക്കുകയാണ്, അൻതി, നീയാണോ? അയ്യത്തു ഷജറ, മരമേ, നീയാണോ ഇത്രയും വലിയ ശബ്ദമുണ്ടാക്കിയത്? അപ്പോൾ ഷജറത്ത് പറയുന്നു, അർജുക്കും പ്ലീസ്, ലാ തുഹർരിഖു അന്നുഫായാത്ത്, നിങ്ങൾ ഈ മാലിന്യങ്ങൾ കത്തിക്കരുത്. ലാ തുഹർരിഖു, നിങ്ങൾ കത്തിക്കരുത്, അന്നുഫായാത്ത്, മാലിന്യങ്ങൾ. വലാ തദ്ഫിനുഹ ഐളൻ, നിങ്ങളത് കുഴിച്ചിടുകയും ചെയ്യരുത്. ദഫന യദ്ഫിനു മീൻസ് മണ്ണിൽ കുഴിച്ചിടുക, മണ്ണിൽ കുഴിച്ചിടുകയും ചെയ്യരുത്. വലാ തദ്ഫിനുഹ ഐളൻ, കുഴിച്ചിടുകയും ചെയ്യരുത്. അപ്പോൾ അമൽ ചോദിക്കും, വലിമല, വൈനോട്ട്, എന്തുകൊണ്ട് കുഴിച്ചിട്ടുകൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് കത്തിച്ചുകൂടാ? അപ്പോൾ ഷജറത്ത് പറയുകയാണ്, തഹ്രിയഖു നുഫായാത്തിൽ മവാദിൽ പ്ലാസ്റ്റിക് യളുറുന ജമിയാൻ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ കത്തിക്കൽ നമ്മളെ എല്ലാവരെയും ബാധിക്കും, നമുക്കെല്ലാവർക്കും ദോഷകരമായി ബാധിക്കും. തഹ്രിയഖു നുഫായാത്തി അൽ മവാദിൽ പ്ലാസ്റ്റിക്കിയ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ മാലിന്യങ്ങൾ കത്തിക്കൽ. അൽ മവാദിൽ പ്ലാസ്റ്റിക്കിയ മീൻസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ. അതായത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തഹ്രിയഖ് ചെയ്യൽ, കത്തിക്കൽ, യളുറുന, നമ്മളെ ഉപദ്രവിക്കും, നമ്മളെ ദോഷകരമായി ബാധിക്കും. ജമിയാൻ, എല്ലാവരെയും, നമ്മളെല്ലാവരെയും, ഞങ്ങളെ മാത്രമല്ല നിങ്ങളെയും, അതായത് ജീവജാലങ്ങളെയും മരങ്ങളെയും എല്ലാത്തിനെയും ദോഷകരമായി ബാധിക്കും. അതേപോലെ ദഫ്നുഹ, അത് മണ്ണിൽ കുഴിച്ചിടൽ, യുഫ്സിദുൽ അർള, മണ്ണിനെ
ചീത്തയാക്കും. യുഫ്സിദുൽ അർള മണ്ണിനെ നശിപ്പിക്കും. അതുകൊണ്ട് കുഴിച്ചിടാനും പാടില്ല, കത്തിക്കാനും പാടില്ല. അപ്പോൾ ഈ യാ ഇലാഹി മൈ ഗോഡ് കത് അഹമ്മൽനഹാദ്, ഇത് ഞങ്ങൾ അവഗണിച്ചു പോയി, ഞങ്ങൾ ഇത് ഓർത്തില്ല ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്നുള്ളത്. ലന്നുഹരിക്ക അബദൻ, ഇനി ഞങ്ങൾ കത്തിക്കുകയില്ല. ലന്നുഹരിക്ക, ഞങ്ങൾ കത്തിക്കുകയില്ല അബദൻ, ഒരിക്കലും. അഷജറത്ത് ശുക്രൻ ലക്കും യാസ്തിക്കായി, താങ്ക് യു കൂട്ടുകാരെ. അൻതും തയ്യബൂൻ, നിങ്ങൾ നല്ലവരാണ്. അസ്സലാമ, ബൈ. അൽ ജമയു ഫി അമാനില്ലാ, ബൈ. അങ്ങനെ ബൈ പറഞ്ഞുകൊണ്ട് മരം തഖീബു ഷജറത്വാനിൽ മസ്രഹി, മരം പുറത്തേക്ക് പോകുന്നു, സ്റ്റേജിൻ്റെ പുറത്തേക്ക്. അതായത് മരം അപ്രത്യക്ഷമാവും, സ്റ്റേജിൻ്റെ പുറത്തേക്ക് പോകുന്നു. ഗാബ് മറയുന്നു. ആദിൽ വൽ ആൻ മാതാ സനഫ് അലു, വീണ്ടും ഇവർ പെട്ടു അല്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അമൽ ഹാദിഹി മുഷ്കിലത്തുൻ ഖതീറ, ഇതൊരു അപകടം പിടിച്ച പ്രശ്നം തന്നെ. കൈഫ നഹല്ലുഹ, നമ്മളിതെങ്ങനെ പരിഹരിക്കും? ഹല്ല യഹല്ലു, പരിഹരിക്കുക. അപ്പോൾ ലീന വീണ്ടും ഒരു സൂത്രവും കൊണ്ടുവരികയാണ് അല്ലേ. ലതയ്യ ഫിക്ര, ഐ ഹാവ് എൻ ഐഡിയ. നർമിഹ ഇല നഹർ, നമുക്കിത് പുഴയിലെറിയാം. നർമിഹ, നമുക്കിതിനെ എറിയാം. ഇല നഹരി, പുഴയിലേക്ക്. അൽ ജമിയ നഅം, അതെ, ഗുഡ് അല്ലേ. ഫിക്ര റായ, മനോഹരമായ ഐഡിയ തന്നെ. ഹയ്യ നർമിഹ, വരൂ നമുക്കെറിയാം. ഹയ്യ അലൽ അമൽ, വരൂ നമുക്ക് ജോലി ചെയ്യും എല്ലാവരും. എടുക്കൂ, സഞ്ചികൾ എടുക്കൂ, നമുക്ക് പുഴയിലേക്ക് പോകാം, അവിടെ എറിയാം. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ യഖ്റുജൂന മിനൽ മസ്റഹി ബിൽ അക്കിയാസ്, അവരാ കീസുകളും കൊണ്ട് സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. ലിമാദ മനാത്ത് ഷജറത്ത് മിൻ തഹരീഖ് നുഫായാത്ത്, നുഫായാത്ത് കത്തിക്കുന്നതിനെ തൊട്ടും ഈ ഷജറത്ത് എന്തിനാണ് തടഞ്ഞത്? മന മീൻസ് തടഞ്ഞു. എന്തിനാ തടഞ്ഞത്? ഷജറത്ത് കത്തിച്ചാൽ അതിൻ്റെ പുക മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ശ്വസിച്ചാൽ അവർക്ക് അപകടകരമാണ് അല്ലേ. അതേപോലെ മരങ്ങൾക്കൊക്കെ അത് ബാധിക്കുമായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് തഹരീക്ക് പാടില്ല എന്ന് മരങ്ങൾ പറഞ്ഞത്. പിന്നെ നക്റവനു മയ്യസ്, നമുക്കിവിടെ വായിക്കാം, വേർതിരിക്കാം. ഹുവ ഹും, ഹുവ എന്നാൽ അവൻ, ഹും അവർ. ഇനിയോ അവൻ ചെയ്യുന്നു എന്നുള്ള ചില വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിലോ അവർ ചെയ്യുന്നു എന്നുള്ള വാക്കുകൾ വായിച്ചു നോക്കാം. യഗൈബു, അവൻ മറയുന്നു, അവൻ അപ്രത്യക്ഷനാകുന്നു. യഗൈബൂന, അവർ മറയുന്നു. അടുത്തത് യദ്ഖുലു, അവൻ പ്രവേശിക്കുന്നു. യദ്ഖുലൂന, അവർ പ്രവേശിക്കുന്നു. യജ്മഉ, അവൻ ഒരുമിച്ച് കൂട്ടുന്നു. യജ്മഊന, അവർ ഒരുമിച്ച് കൂട്ടുന്നു. യസ്മഉ, അവൻ കേൾക്കുന്നു. യസ്മഊന, അവർ കേൾക്കുന്നു. ഓക്കെ, ഹുവ എന്ന ലമീറും ഹും എന്ന ലമീറുമാണ്. ആ ലമീറുകൾ ഫെയിലിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹുവ ഹും എന്ന് ഫെയിലിൽ കാണില്ല, എന്നാലും യഗീബു എന്നതും യഗീബൂന എന്നതും കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് യഗീബു എന്നത് ഹുവയുടേതും യഗീബൂന എന്നത് ഹുമ്മിൻ്റേതുമാണ് എന്ന്. മീൻസ് അവൻ എന്നും അവർ എന്നും അർത്ഥം പറഞ്ഞാൽ മതി. ഇനി അതേപോലെ ഇവിടെ നമ്മൾ പൂരിപ്പിക്കണം. ഹുവ ഹും. യജി ഊന എന്നത് ഹുമ്മിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നു. അവർ വരുന്നു. അവൻ വരുന്നു എന്നുള്ളതിന് എന്ത് പറയും? യജി ഉ എന്നാണ് പറയുക. അവൻ വരുന്നു. യസ്റുഹു, ശബ്ദമുണ്ടാക്കുന്നു, അട്ടഹസിക്കുന്നു. അവൻ അട്ടഹസിക്കുന്നു. യസ്റുഹൂന, അവർ അട്ടഹസിക്കുന്നു. പിന്നെ യുഫ്സിദൂന, അവർ കുഴപ്പത്തിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ അവൻ യുഫ്സിദു, അവൻ കുഴപ്പത്തിലാകുന്നു. യലുറു, അവൻ ഉപദ്രവിക്കുന്നു. യലുറൂന, അവർ ഉപദ്രവിക്കുന്നു. ഓക്കെ, അങ്ങനെ ഇനി രണ്ടാമത്തെ സീനാണ് അല്ലേ, അൽ മഷഹദുസാനി, രണ്ടാമത്തെ രംഗം. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.